എം ജയന്തൻ, താങ്കൾ നേരത്തെ പറഞ്ഞ വായുവാഹനവും കൊടിമരവും ഒന്നും ഈ കേസുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളതല്ല. എങ്ങനെ ബന്ധമുള്ളതല്ല? സോണിയാഗാന്ധിയും അടൂർ പ്രകാശും ഒക്കെ ഈ കേസിൽ ഏത് രീതിയിൽ ബന്ധമില്ലാത്തതാണോ? അതുപോലെ തന്നെ ഈ കേസിൽ ബന്ധമുള്ളത് 2019 സ്വർണ്ണക്കൊള്ളയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. അതിലാണ് അന്വേഷണം. അതിൽപ്പെട്ട ഒരാൾ, ഏറ്റവും പ്രധാനപ്പെട്ട കിങ് പിൻ എന്ന് പറയുന്ന ഒരാൾ, CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം ഇപ്പോഴും ഇരിക്കുകയാണ്. ഈ SIT ആൽ പത്മകുമാർ കുറ്റമോചിതനാകും എന്ന കോൺഫിഡൻസിലാണോ കേവലം ഒരു നടപടി പോലും അയാൾക്കെതിരെ CPM എടുക്കാതിരിക്കുന്നത്? ശ്രീ എം ജയന്തൻ ഇപ്പോഴും അതിനു മുമ്പ് ഹാഷ്മി, പ്രിയപ്പെട്ട ശ്രീജിത്ത് പണിക്കർ എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിന് എനിക്കറിയാവുന്ന ഒരു ഗവൺമെൻറ് നോട്ടിലെ, ഒഫീഷ്യൽ നോട്ടിലെ ഒരു ചെറിയ ഭാഗം പ്രസക്തമായത് ഞാനിവിടെ വായിക്കാം. അത് ഈ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ 12 ദ്വാരപാലക പാളികളാണ് കൊണ്ടുപോയത്. ദ്വാരപാലകരുടെ 2 താങ്ങുപീഠങ്ങൾ ഉൾപ്പെടെ താഴ്ഭാഗത്തുള്ള 4 പാളികളിലാണ് കൂടുതൽ തകരാറുകൾ ഉണ്ടായിരുന്നത്. അതിലെ സ്വർണം വേർതിരിച്ച് ലായനിയിൽ സൂക്ഷിച്ച ശേഷം തകരാറുകൾ മാറ്റി. 4 പാളികളിൽ തകരാറുകളില്ലാത്തതിനാൽ അഴുക്കുകൾ മാറ്റി ലാക്കർ കോട്ടിംഗ് ചെയ്തു. മറ്റ് 4 പാളികളിൽ തേയ്മാനം കൊണ്ട് സ്വർണ്ണനഷ്ടം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ സ്വർണം അധികമായി ചേർക്കേണ്ടി വന്നു. ചെന്നൈയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൊണ്ടുപോയ ദ്വാരപാലക കവചങ്ങളുടെ ജോലികൾ എല്ലാ നിയമങ്ങളും പാലിച്ച് മുഴുവൻ സമയ വീഡിയോ റെക്കോർഡിംഗ് നടത്തി ഓരോ വർക്കിൻ്റെയും മഹസർ തയ്യാറാക്കി വിജിലൻസ് അടക്കമുള്ള എല്ലാ ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാണ് പണികൾ നടത്തിയത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പണികൾ ഇടയ്ക്ക് നിർത്തിവെച്ചെങ്കിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിവരങ്ങൾ ബോധ്യപ്പെടുത്തി പണികൾ പൂർത്തിയാക്കി തിരികെ എത്തിക്കാൻ അനുമതി നൽകി. അങ്ങനെയാണ്. ഞാൻ ഒരു ചെറിയ നോട്ടാണ് വായിക്കുന്നത് ശ്രീജിത്ത് പണിക്കർ. അതിൻ്റെ ദീർഘഭാഗങ്ങൾ പറയാനുള്ള സമയം ഈ ചർച്ചയിൽ ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഇത് ഈ ഹാഷ്മിയുടെ ചോദ്യത്തിന് ഇത് പലവട്ടം ആവർത്തിച്ചിട്ടുള്ളതാണ്. ജയചന്ദ്രൻ മറുപടി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലാത്ത കേസാണിത്. കാര്യം ആ പാർട്ടിയുടെ CPIM എന്ന രാഷ്ട്രീയ കക്ഷിയുടെ സംസ്ഥാന സെക്രട്ടറി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് എന്താണ് ആ പാർട്ടിയുടെ നിലപാടെന്നുള്ളത്. ഹാഷ്മി, അത് ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ എന്താണ് ഇയാളുടെ കുറ്റം എന്ന് ബോധ്യപ്പെടുക, അത് മാത്രമാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. വെയിറ്റ് ചെയ്യുന്നത് ആ പാർട്ടിയുടെ നയമാണ്. പങ്കിനെ പറ്റി പാർട്ടിക്ക് ബോധ്യപ്പെട്ടില്ല. നമ്മൾ എത്ര ചർച്ച ചെയ്താലും ശരി, അതിനാണ് രാഷ്ട്രീയ സംരക്ഷണം പറഞ്ഞ ജയചന്ദ്രൻ. ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് പാർട്ടി പൂർണ്ണമായി പിന്തുണ കൊടുക്കുന്നു. അതാണ് ഈ പറയുന്ന നേരത്തെ ബദറുദ്ദീന്റെ ബെഞ്ച് സ്വാധീനത്താൽ അട്ടിമറിക്കും എന്ന് പറയുന്ന രാഷ്ട്രീയ സ്വാധീനം അടക്കം. അതാണ് ശരി. അത് പാർട്ടിക്ക് ബോധ്യപ്പെടട്ടെ, ജനത്തിന് ബോധ്യപ്പെട്ടാലും ഇല്ലെങ്കിലും. എന്തായാലും അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ നിശ്ചയമായും ശിക്ഷിക്കപ്പെടുക. പോറ്റി ജാമ്യം കിട്ടിപ്പോയിട്ട് അകത്ത് കിടക്കും. ഇപ്പോഴും ഒരു ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിൽ അവരുടെ അന്വേഷണങ്ങളുടെ ഒരു കൾമിനേഷൻ, ഒരു ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിൽ സെയിം ജയചന്ദ്രൻ പോറ്റി ജാമ്യം കിട്ടിപ്പോയിട്ട് ഇപ്പോഴും അകത്ത് കിടക്കുമോ? പത്മകുമാറും വാസുവും പോട്ടെ, അത് പാർട്ടിയുടെ ബോധ്യമാണ്. ആ ബോധ്യം ചിലപ്പോൾ ജനത്തിന് ബോധ്യപ്പെടണമെന്നില്ല. ഈ ഒരു അന്വേഷണം നടത്തുന്ന ജഡ്ജസ് ആണ് ഇവരെന്ന് ഹാഷ്മി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, പോട്ടെ. അല്ല, അത് കുറ്റപത്രം പാർട്ടിയുടെ ബോധ്യം. ഇപ്പൊ അവിടെ പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനെ പുറത്താക്കാൻ തീരുമാനിക്കുന്നതുകൊണ്ടാണ് പാർട്ടിയുടെ ബോധ്യമാണ്. അതുപോലെ പാർട്ടിയുടെ ബോധ്യം ചിലപ്പോൾ ജനങ്ങൾക്ക് ബോധ്യമാണോന്നില്ല. പിന്നെ ക്രിട്ടിസൈസ് ജഡ്ജ്മെന്റ്സ് നോട്ട് ജഡ്ജസ് എന്ന് പറയും. ഇത് അങ്ങനെ പറയാം, അങ്ങനെയാണ് പ്രമാണമെങ്കിലും ഇപ്പൊ എടുത്ത് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അഭിപ്രായം പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ദേവസ്വം ഡിവിഷൻ ബെഞ്ചിൻ്റെ പക്കൽ ഇരിക്കുന്ന ഒരു കേസിൻ്റെ ന്യായാന്യായങ്ങളെ സംബന്ധിച്ച് ആധികാരികം എന്ന മട്ടിലല്ല, ആധികാരികമായി തന്നെ അദ്ദേഹം ഇൻ റൈറ്റിങ്ങിൽ താങ്കൾ പറഞ്ഞ 81 പേജ് വിധിന്യായം എന്തെങ്കിലുമുണ്ട്. പിന്നെ അത് അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്തുന്നത് ശരിയാണോ എന്നുള്ളത് ബന്ധപ്പെട്ട ജഡ്ജി തന്നെ സ്വയം വിമർശനം ഹൈക്കോടതിയാണ്. അത് തിരുത്തണമെങ്കിൽ ദേവസ്വം ബെഞ്ചിന് തിരുത്താനുള്ള പൂർണ്ണാവകാശമുണ്ട്. ദേവസ്വം ബെഞ്ച് തിരുത്തിയിട്ടില്ല. ഓക്കെ, നമ്മുടെ സമയം കേട്ടില്ല. അങ്ങ് എത്തിയപ്പോൾ കുറച്ചൊന്ന് വൈകി, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഒരിക്കൽ കൂടി ഒരാൾ സമയം കിട്ടാതെ പോകുന്നു. ഒന്ന് ചുരുങ്ങിയ വാക്കിൽ പറയാമോ രാജീവ് പിതാവിന് മറുപടി? ഞങ്ങൾ അങ്ങനെയാണ് അതിനെ വിശ്വസിക്കുന്നത്. നല്ല രീതിയിലാണ് ബിജെപിയുടെ സമരങ്ങളൊന്നും അദ്ദേഹം കാണുന്നില്ല. അതേസമയം ഈ സീറ്റ് ചർച്ചയായിട്ട് ബന്ധപ്പെട്ടും ആശങ്കകൾ കടന്നുണ്ടായിരിക്കും. മിനിഞ്ഞാന്നത്തെ 24 ന്യൂസിന്റെ ഒരു 37 മിനിറ്റുള്ള വിഷയമുണ്ട്, യുവമോർച്ചയുടെ സമരം. അത് കണ്ടാൽ മതി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.